നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിലെ ദിവ്യയുടെ പ്രസംഗം ന്യായീകരിക്കാനാവാത്തതെന്ന CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ പരാമർശം. ദിവ്യക്കെതിരായ സംഘടനാ നടപടി പരാമർശിക്കവെയാണ് വിമർശനം. ദിവ്യയുടേത് ന്യായീകരിക്കാനാവാത്ത തെറ്റാണെന്നും ആരോപണമുണ്ട്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയുണ്ട്. മിഥുൻ, എന്തൊക്കെയാണ് CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ ദിവ്യക്കെതിരെ ഉയർന്നിരിക്കുന്ന വിമർശനങ്ങൾ? CPMന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ PP ദിവ്യക്കെതിരെ വിമർശനം ഉയർന്നിരിക്കുന്നത്. ADM നവീൻ ബാബുവിന്റെ യാത്രയപ്പ് യോഗത്തിലെ ദിവ്യയുടെ പ്രസംഗം ന്യായീകരിക്കാനാകാത്തത് എന്നാണ് റിപ്പോർട്ടിലുള്ള പരാമർശം. മാത്രമല്ല, ദിവ്യക്കെതിരെ സംഘടനാപരമായ നടപടി പരാമർശിക്കുകയാണ് ഇത്തരമൊരു കാര്യം റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഈ ADM നവീൻ ബാബുവിന്റെ മരണത്തിന് പിന്നാലെ ആരോപണവിധിയായ PP ദിവ്യ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ കണ്ണവം ബ്രാഞ്ചിലേക്ക് മാത്രമായി PP ദിവ്യ ഒതുങ്ങുകയും ചെയ്തു. ഈ ഒരു നടപടി വിശദീകരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു പരാമർശം ഈ പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയത്. ഇതിലൂടേത് ന്യായീകരിക്കാനാകാത്ത തെറ്റായ പരാമർശങ്ങളാണ് എന്നാണ് ഈ ഒരു പ്രവർത്തന റിപ്പോർട്ടിൽ പ്രധാനമായി ഉള്ളത്. മറ്റൊന്ന്, കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന BJPയുടെ വളർച്ച CPM കൂടി അംഗീകരിക്കുന്നു. പാർട്ടി കോട്ടയിൽ പോലും BJPക്ക് ശക്തമായ വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്നുവെന്ന് CPM നേതൃത്വം തന്നെ അംഗീകരിക്കുന്ന തരത്തിലേക്കാണ് ഈ പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പോകുന്നത്. ഇതിൽ പറയുന്നുണ്ട്, കണ്ണൂരിലെ പാർട്ടി കേന്ദ്രങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട്. BJP സാന്നിധ്യം പലയിടങ്ങളിലും വർദ്ധിച്ചു. താഴെത്തട്ടിൽ അണികളും നേതാക്കളും തമ്മിൽ അകലം വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചോർച്ച തിരിച്ചറിയാതെ പോയത് ഈ ഒരു ഐക്യമില്ലായ്മയാണ് എന്നും ഈ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാത്രമല്ല, മികവുള്ള പുതിയ കേഡർമാരെ പാർട്ടി നേതൃത്വത്തിന് വളർത്താനാകുന്നില്ല. നേതാക്കളുടെ അപക്വമായ പെരുമാറ്റവും പ്രതികരണങ്ങളും പാർട്ടിക്ക് അവമതിപ്പുണ്ടാകുന്നു. ജാഗ്രത കുറവ് പാർട്ടിക്ക് ബാധ്യതയാണ് എന്നും കൃത്യമായി പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നതായാണ് സൂചന. ഏതായാലും ഇത് ഈ PP ദിവ്യക്കെതിരെ ഉയർന്ന വിമർശനങ്ങളും അതുപോലെ തന്നെ ഈ BJPയുടെ വളർച്ച കൃത്യമായി CPM അംഗീകരിക്കുന്ന തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ദൃശ്യ മിഥുൻ, ഇപ്പോൾ പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിലാണ് ഇപ്പോൾ ദിവ്യക്കെതിരെയുള്ള വിമർശനം ഉണ്ടായിരിക്കുന്നത്. ഇനി പാർട്ടി തലത്തിൽ ഇതിനെതിരെ ദിവ്യക്ക് എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? ദൃശ്യ, നിലവിൽ ഈ PP ദിവ്യയെ ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പ്രാദേശിക ഘടകത്തിലേക്ക് തരം താഴ്ത്തിയിരുന്നു. ആ ഒരു നടപടി സ്വാഭാവികമായി പാർട്ടിയുടെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു നടപടി ഉണ്ടായി കഴിഞ്ഞാൽ അത് കൃത്യമായി ജില്ലാ സമ്മേളനത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടും. ആ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ PP ദിവ്യയുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച എന്താണ് എന്ന് കൃത്യമായി പരാമർശിച്ചത്. അതിൽ പറയുന്നത് ദിവ്യയുടേത് ന്യായീകരിക്കാനാകാത്ത തെറ്റായ പരാമർശങ്ങളാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ADM തെറ്റ് ചെയ്തു എന്നൊരു ബോധ്യം PP ദിവ്യക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് കൃത്യമായ നടപടികൾ സ്വീകരിക്കുകയാണ്, അല്ലെങ്കിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. എന്നാൽ അത് ഇത്തരത്തിലൊരു പരസ്യമായ ഒരു ആക്ഷേപത്തിലേക്ക് പോയതാണ് ഈ ADMന്റെ മരണത്തിന് കാരണമായതെന്ന് അന്ന് തന്നെ വിമർശനം ഉയർന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം ഈ CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലെ ഈ ഒരു പ്രവർത്തന റിപ്പോർട്ടിലെ പരാമർശങ്ങളും നോക്കിക്കാണാൻ. എന്തായാലും ദിവ്യക്കെതിരായ സംഘടനാ നടപടി വിശദീകരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ദിവ്യയുടെ ന്യായീകരിക്കാനാകാത്ത നടപടിയാണ് അല്ലെങ്കിൽ പരാമർശങ്ങളാണ് എന്നൊരു വിമർശനം ഉയർന്നു വന്നത്. ദൃശ്യ മിഥുൻ, അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വോട്ട് ചോർച്ചയ്ക്ക് പ്രധാന ഘടകമായത് നേതാക്കളുടെ അപക്വമായ പെരുമാറ്റം കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഇത് നേതാക്കന്മാരുടെ പേരെടുത്താണോ ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായിരിക്കുന്നത്? പക്ഷേ നേതാക്കളുടെ പേര് പരാമർശിക്കാതെയാണ് ഇത്തരമൊരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. അതിലെടുത്തു പറയേണ്ടത്, ഈ നേതാക്കളുടെ അപക്വമായ പെരുമാറ്റവും പ്രതികരണങ്ങളും ആ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കുന്നു. മാത്രമല്ല, ജാഗ്രത കുറവ് പാർട്ടിക്ക് ബാധ്യതയാണ് എന്നടക്കമുള്ളതാണ്. EP ജയരാജൻ അടക്കമുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു പരാമർശങ്ങൾ എന്നാണ് സൂചന. എന്നാൽ പേരുകൾ വ്യക്തമാക്കിയിട്ടില്ല എന്നും പറയപ്പെടുന്നുണ്ട്. വോട്ട് ചോർച്ച തിരിച്ചറിയാതെ പോയത്, അതായത് പാർട്ടി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വലിയ വോട്ട് ചോർച്ച ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി. ഈ വോട്ട് ചോർച്ച പോലും തിരിച്ചറിയാതെ പോയത് നേതാക്കൾ അണികളുമായി അകന്നതുകൊണ്ട് എന്നാണ് ആ പാർട്ടിയുടെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല, താഴെത്തട്ടിൽ അണികളും നേതാക്കളും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നു. അതായത് ഒരു അണികളും നേതാക്കളും തമ്മിലുള്ള ബന്ധമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ഈ പാർട്ടിയുടെ സംഘടനാ റിപ്പോർട്ടിലും ഉള്ളത്. ദൃശ്യ
കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ADM നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് യോഗത്തിലെ ദിവ്യയുടെ പ്രസംഗം ന്യായീകരിക്കാനാവാത്തതെന്നാണ് CPM കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത്. ദിവ്യക്കെതിരായ സംഘടനാ നടപടി പരാമർശിക്കവെയാണ് വിമർശനം.